ഗുഡ് മോർണിംഗ് പ്രജേച്ചി. സത്യത്തിൽ നമ്മൾ ഇന്നലെ ശ്രീകുട്ടിയുടെ ഒരു വാർത്ത എടുത്തു. അപ്പോൾ അതിന് താഴെ കുറേ കമൻറ്റുകളൊക്കെ വന്നു. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു, നിങ്ങളും ശ്രീകുട്ടിയെക്കുറിച്ചല്ലേ പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇപ്പോൾ കുഞ്ഞുമോളെ കുടുംബത്തിനൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ശ്രീകുട്ടിയെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഒരു മയക്കുമരുന്ന് ഏജൻറ്റിൻ്റെ കൂടെ, അജ്മൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഏജന്റിന്റെ കൂടെ സഞ്ചരിച്ച ഒരു പെൺകുട്ടി, MBBS വ്യാജമാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ അജ്മലിന്റെ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കാറുണ്ട് എന്നുള്ള ചില വാർത്തകൾ വരുന്നു. അതിൽ എത്ര സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയില്ല. പണവും സ്വർണവും ഒക്കെ കൊടുത്തു എന്നും പറയുന്നു. സത്യത്തിൽ ഈ കേസിൽ എന്തൊക്കെയോ ദുരൂഹതകൾ പുറത്തു വരാനില്ലേ? തീർച്ചയായും ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അജ്മൽ ഇപ്പോൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ തന്നെ പറയുന്നത് ഇവരെ പിന്തുടർന്ന ആൾക്കാരിൽ പലരുമായും അജ്മലിന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം അപരിചിതരല്ല അവിടെ കൂടിയത് എന്നാണ് നമുക്ക് ആ ഒരു മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അജ്മൽ ഈ ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനുമായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും രാസ മയക്കുമരുന്നുകൾ, രാസലഹരി ഉപയോഗിച്ചിരുന്നു. അതായത് MDMA പോലെയുള്ള ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനി കെമിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞാൽ, അവരുടെ ബ്ലഡ് സാമ്പിളുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ റിപ്പോർട്ടുകൾ വരുമ്പോഴേക്കും അതിൽ കുറച്ച് ക്ലാരിറ്റി വരും. പിന്നെ MBBS, വ്യാജ MBBS, അതറിയാൻ അവരുടെ സേലത്തുള്ള ഏതോ കോളേജിൽ നിന്നാണ് അവർ പഠിച്ചതെന്നാണ്, MBBS എടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ ആ MBBS വ്യാജമാണോ എന്ന കാര്യത്തിലും തീരുമാനമാകും. അപ്പോൾ നമ്മൾ ഈ വെറുതെ അഭ്യൂഹങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. തെളിവുകൾ പുറത്തു വരട്ടെ. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളിൽ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇവിടെ അമ്മ പറയുന്നത് ഈ അജ്മലിനെ അമ്മയ്ക്ക് അറിയില്ല. ആദ്യ ഭർത്താവ്, അതായത് 18 വയസ്സിൽ ശ്രീകുട്ടി ഒളിച്ചോടി പോയ ഒരു കുതിര ട്രെയിനറുണ്ട്, അയാളുടെ കൂട്ടുകാരനാണ് ഈ അജ്മൽ. ഇയാൾ സീരിയൽ നടൻ എന്നാണ് പറയുന്നത് എന്നാണ് അമ്മ പറയുന്നത്. അല്ല, കൊറിയോഗ്രാഫർ എന്നാണ് ഈ ശ്രീകുട്ടി കൊടുത്ത മൊഴിയിൽ. സിനിമ കൊറിയോഗ്രാഫർ ആണ് എന്ന് ആണ് ഇവർ വിചാരിച്ചിരുന്നത്. ഇയാൾക്ക് ഇത്രയും കേസുകളുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു എന്നൊക്കെ അറിയില്ല. പക്ഷെ മകളുമായി അമ്മ ഭയങ്കര അടുപ്പത്തിലുമാണ്. എല്ലാ കാര്യവും അമ്മയോട് പറയുകയും ചെയ്യും. ആ അമ്മയ്ക്ക് അജ്മലിനെ 2 മാസമായി പരിചയപ്പെട്ടു എന്ന് പറയുന്ന അജ്മലിനെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു. മകൾ സ്വർണം കൊടുത്തിട്ടുണ്ട് അജ്മലിന്, പണം കൊടുത്തിട്ടുണ്ട്, 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഈ 2 വാഹനങ്ങൾ അജ്മലിന് കൊടുത്തു. അപ്പോൾ ഇത്രയും അടുപ്പം മാനസികമായും ശാരീരികമായും ഇവർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അജ്മലിന് ശ്രീകുട്ടി വാരിക്കോരി കൊടുത്തത്. എന്നിട്ടും അമ്മ പറയുന്നു എൻ്റെ മകൾ നിരപരാധിയാണ്, എൻ്റെ മകൾക്ക് ഇതറിയില്ല. കാരണം 2 പേരും മദ്യം ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് 2 പേരും സമ്മതിക്കുന്നുണ്ട്. പിന്നെ വാഹനം ഓടിച്ചത് അജ്മൽ ആയതുകൊണ്ട് കേസ് ആ തരത്തിലേ പോകൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അമ്മ പറയുന്ന അറിഞ്ഞുകൂടാന്ന് പറയുന്നത് അത് ഏതമ്മമാരും മക്കളെ കുറിച്ച് നല്ലതേ പറയൂ. മദ്യം ഉപയോഗിക്കുന്ന അറിയാമെങ്കിൽ പോലും പല അമ്മമാരും അങ്ങനെ പറയുള്ളൂ. പക്ഷെ ഇവരുടെ മൊഴിയും പരിശോധനാ ഫലങ്ങളുമാണ് ഇത്. അമ്മ ചാനലുകാരോട് പറഞ്ഞതല്ലല്ലോ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ വരും. ഇപ്പൊ അജ്മലിന്റെ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അജ്മലിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കാനാവും. അപ്പൊ ആ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള വഴിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ അവർ അവിടെ നിന്ന് പെട്ടെന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ആ കടന്നു കളഞ്ഞു എന്നുള്ളതും പിന്തുടർന്നവരിൽ ചിലർ ഇയാൾക്ക് നേരത്തെ അറിയുന്നതാണ് വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവര് എവിടുന്നോ പാഞ്ഞു വരികയായിരുന്നോ, മറ്റാരെങ്കിലും ഇവരെ പിന്തുടരുകയായിരുന്നോ, എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും സമയം. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരിക്കണമെന്നില്ലാതെ രാഷ്ട്രീയമെന്ന് പെൺകുട്ടിയുടെ അമ്മ, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞായിരുന്നു രാഷ്ട്രീയമുണ്ടെന്ന്. രാഷ്ട്രീയമുണ്ടോ എന്ന് പറയുന്നില്ല. പക്ഷെ മറ്റെന്തെങ്കിലും ഇയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുണ്ട്. ഇപ്പൊ ധന്യ പറഞ്ഞു ഈ പെൺകുട്ടികളുമായുള്ള ചില ഏർപ്പാടുകൾ മയക്കുമരുന്നിന്റെ ഒരു ഏജന്റ് ആണെന്ന് പറയുന്നു. അപ്പോ ഇവരിനി ഈ തരത്തിൽ ഈ മയക്കുമരുന്ന് ഏജന്റുകൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ പിന്തുടർന്ന് അത്തരത്തിൽ ഇവരെ ഓടി രക്ഷപ്പെടാൻ, ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണോ ഇത് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിൽ പോലും ഒരു ജീവൻ ഇല്ലാതാക്കിയതിൽ ഒരിക്കലും ഇവർക്ക് 2 പേർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഒരു പ്രത്യേകിച്ച് വളരെ സാമ്പത്തികമായി ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ആളാണ് കുഞ്ഞുമോൾ എന്ന് പറയുന്ന 45-കാരി. അപ്പോൾ ആ ഇടിച്ചിട്ട് വീണ്ടും അവരുടെ ദേഹത്തൂടെ കാറ് കയറ്റി ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം. ഒരിക്കലും അതൊരു മനഃപൂർവ്വമുള്ള ഒരു നരഹത്യയായിട്ട് കരുതാൻ പറ്റില്ല. ഇപ്പൊ കേസ് എടുക്കുമ്പോൾ മനഃപൂർവ്വമായ നരഹത്യാന്ന് എടുക്കാമെങ്കിലും ഇപ്പൊ കുഞ്ഞുമോളെ ഇവർക്ക് പരിചയമുണ്ടെന്നോ മനഃപൂർവ്വം പോയി കുഞ്ഞുമോളെ ഇടിച്ചതെന്നോ നമുക്കിപ്പോ ഈ
ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം കുഞ്ഞുമോളെ അവർക്ക് പരിചയമുള്ളതായിട്ടൊന്നും ഒരു ഇതിലും റിപ്പോർട്ടിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാവാം. പക്ഷേ ആ ഒരു അവരുടെ ഒരു വെപ്രാളവും രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടും കാണുമ്പോൾ സാഹചര്യമായി ഈ പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകളും വെച്ച് നോക്കുമ്പോൾ മറ്റേതോ ഒരു സംഘവുമായിട്ടുള്ള ഒരു പിന്തുടരലോ ചേസിങ്ങോ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതുണ്ട്. പിന്നെ മറ്റേ ബാക്കി കാര്യങ്ങൾ, സ്ത്രീ വിഷയം, മയക്കുമരുന്ന് മാഫിയ, ഇതുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ. പിന്നെ MBBS, വ്യാജ MBBS, അതൊന്നും കണ്ടുപിടിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമില്ല, അധികം സമയം എടുക്കുകയില്ല. അത് പോലീസിന്റെ അന്വേഷണം പോകുന്ന മുറയ്ക്ക് നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും. നമ്മളവരെ ഇതൊക്കെ ചികഞ്ഞു പോകുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കുഞ്ഞുമോളെ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുമോളുടെ സാമ്പത്തികം വളരെ ഭദ്രമല്ല. അപ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നുള്ളത് ആരും മറക്കാതിരിക്കുക എന്നതേ നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും ശ്രീകുട്ടിയും അശ്മലും അത് ചില്ലറക്കാരല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇവർ സേലത്ത് പഠിച്ചു എന്ന് പറയുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് പ്രത്യേക മുറിയുണ്ട് താമസിക്കാൻ. അവിടെ അമ്മ പോയി താമസിക്കാറുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടിക്ക് ഒരു മകനുണ്ട്. ആ മകൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് പോയതാണ്. 2 മാസം കൊണ്ട് പരിചയപ്പെട്ട ഒരാളോട് ഇത്രയും അടുപ്പം എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ പെൺകുട്ടികളെ തന്നെ ആ വാർത്തയിൽ സത്യമുണ്ട് എങ്കിൽ, ആ വരുന്ന റിപ്പോർട്ടുകളിൽ സത്യമുണ്ട് എങ്കിൽ, അല്ല തന്നെ അത് പറഞ്ഞില്ലേ 2 മാസം കൊണ്ട് ഇത്രയും അടുപ്പമെന്ന്. നമ്മുടെ ഈ ഓൺലൈനിൽ ആൾക്കാർ പെൺകുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് ഈ ഫേക്ക് ID വന്ന് പരിചയപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്ന ചില കേസ് ഒറ്റ ദിവസം കൊണ്ടാണ് അവർ ബന്ധം സ്ഥാപിക്കുന്നത്. ആ ഒറ്റ ദിവസം കൊണ്ട് ഇവരുമായി ആ ഒരു ബന്ധം സ്ഥാപിക്കുക, ഈ പൈസ തട്ടിയെടുക്കാനും കഴിയുന്നുണ്ട് എങ്കിൽ 2 മാസമൊക്കെ അധികമാണ് ഈ സമയം. എന്തായാലും ഈ ശ്രീകുട്ടിയുടെ വീടുകൾ തേടിപ്പോയവരാരും കുഞ്ഞുമോളുടെ വീടുകൾ തേടിപ്പോയതായി ഞാൻ കണ്ടില്ല. അവരുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയോ അവരുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണോ ഇതൊന്നും ആരും നോക്കുന്നില്ല, ആരും അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും ആളുകൾക്ക് ഈ സെൻസേഷനാണ് എപ്പോഴും ഈ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം അവിഹിതങ്ങൾ ഇതൊക്കെ അറിയാനാണ് ആളുകൾക്ക് താല്പര്യം. ആരാണ് അജ്മൽ, ആരാണ് ശ്രീകുട്ടി, ഇതൊക്കെ അറിയാനാണ് കൂടുതൽ താല്പര്യം. അത് തന്നെയാണ്. അതുകൊണ്ട് ആരും കുഞ്ഞുമോളുടെ അടുത്തേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഓണാഘോഷ പരിപാടിയും കഴിഞ്ഞുള്ള വരവ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ കവർന്നെടുത്തു എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. ഈ അമ്മ ഇനി എല്ലാ അമ്മമാരും മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ന്യായീകരിക്കുന്ന എല്ലാ അമ്മമാർക്കും സത്യത്തിൽ ഒരു ജീവൻ എടുത്തുകൊണ്ടുള്ള ഒരു ന്യായീകരണം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അമ്മ പറയുന്നതിൽ പകുതിയും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഈ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ്, ഈ ശ്രീകുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ അയാൾക്ക് 25 വയസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് 43 വയസ്സുള്ളപ്പോഴാണ് ശ്രീകുട്ടിയെ അയാൾ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. അയാൾ വീട്ടിൽ വരാറുണ്ട്. ഒരു ദിവസം മകൾ വീടിൻ്റെ ഉമ്മറത്ത് നിന്നപ്പോൾ വലിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോയി. അതിനുശേഷം വിവാഹം കഴിക്കുന്നു. പിന്നീട് അമ്മയെ കാണുമ്പോൾ മകൾ പറയുന്നു, ഞാൻ നശിച്ചു, എൻ്റെ വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് അമ്മ ഇനി എൻ്റെ കാര്യം നോക്കണ്ട എന്ന്. പിന്നെ കുഞ്ഞിന് 41 ദിവസമായപ്പോൾ, പ്രസവിച്ച് 41 ദിവസമായപ്പോൾ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് ഇവിടെയാണ് കഴിയുന്നത്. അതിനുശേഷവും ഈ ആദ്യ ഭർത്താവിന് 6 ലക്ഷം രൂപ കൊടുക്കുന്നു. സാധാരണ നമ്മൾ ഭർത്താവിനെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ഡിവോഴ്സ് ആയാൽ കുഞ്ഞിനെ വളർത്താനൊക്കെ ഇങ്ങോട്ടാണ് കോടതി പണം തരാനായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇത് അങ്ങോട്ട് പണം കൊടുക്കുന്നു. അത് മാത്രമല്ല ആദ്യ ഭർത്താവാണ് ഈ അശ്മലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയോ കഥകൾ ഇതിന്റെ പിന്നിൽ ഒരു വലിയ മയക്കുമരുന്ന് മാഫിയയുടെ ബന്ധം എവിടെയൊക്കെയോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മയക്കുമരുന്ന് മാഫിയെ ഭയന്നുകൊണ്ടാണോ ഇവർ ഇത്ര വെപ്രാളത്തിൽ ഓടി ഈ കടുങ്കൈ ചെയ്യാൻ? ചേച്ചി പറഞ്ഞതുപോലെ മനഃപൂർവ്വമായിരിക്കില്ല. കുഞ്ഞുമോളെ ഇവർക്കറിയില്ല, ഇടിച്ചു കൊല്ലണമെന്നവർ ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ വെപ്രാളം, അവരുടെ ജീവനും ആപത്തായിരിക്കാം. ആ വെപ്രാളത്തിന്റെ ഓട്ടത്തിലായിരിക്കാം ഇത് സംഭവിച്ചത്. ഏതു സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. അവരതിന്റെ ശിക്ഷ അനുഭവിച്ചു തന്നെ ആകണം. ഇനി എന്ത് പ്രതിസന്ധിയുടെ മേലാണെന്ന് പറഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ദുരൂഹതകൾ ഒരുപാടുണ്ട്. അത് അന്വേഷണ ഏജൻസികൾ, ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ പടച്ചു വിടുന്നത് പോലെ അല്ല, അന്വേഷണ ഏജൻസികൾ അത് കൃത്യമായി കണ്ടുപിടിക്കട്ടെ. അത്തരത്തിലൊരു വലിയ മയക്കുമരുന്ന് മാഫിയുമായി ഇവർക്ക് ബന്ധമുണ്ട് എങ്കിൽ, അവിടെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, ഇവിടെ പലയിടത്തും മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുമ്പോൾ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അവർ ഇടതുപക്ഷ സഹയാത്രികരാണെങ്കിൽ അവർക്ക് മേൽ ഒരു തരത്തിലുള്ള
രീതിയിലുള്ള നടപടി സ്വീകരിക്കാത്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർക്കും രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇവരും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ രക്ഷപ്പെടാതെ അത്തരം മയക്കുമരുന്ന് മാഫിയുമായി ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യണം. കാരണം അത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ്.